കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതി പ്രഖ്യാപിക്കുകയുണ്ടായി. പിന്നെ എന്താ പറയാ, അട്ടപ്പാടിയിൽ നിരന്തരമായ വിഷയങ്ങൾ വരുന്നു. ഉദാഹരണത്തിന് അവിടുത്തെ ആരോഗ്യ മേഖലയിലുള്ള വിഷയമുണ്ട്, അവിടുത്തെ ശിശുമരണമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമുണ്ട്, അവിടുത്തെ കോട്ടത്തറ ആശുപത്രിയുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ ഈ പാലക്കാട് നിന്നുള്ള MP ശ്രീകണ്ഠൻ എത്ര തവണ ഇത് പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതൊന്ന് പരിശോധിക്കണം സർ. ഇവിടെ ആ വിഷയം ഉന്നയിച്ചിട്ടുള്ളത്, കൃത്യമായ വിഷയം ഉന്നയിച്ചിട്ടുള്ള ഒരാള് സുരേഷ് ഗോപി MP ആയിരുന്ന സമയത്ത് അദ്ദേഹമാണ്. അതുപോലെ തന്നെ ഈ വിഷയം കൃത്യമായി ആദിവാസി മേഖലയിലുള്ള അട്ടപ്പാടിയിലുള്ള വിഷയങ്ങൾ അവിടെ പോയി ഒരു ദിവസം താമസിച്ച് നമ്മുടെ ഉത്തർപ്രദേശിൽ നിന്നുള്ള MP ആയിട്ടുള്ള ശ്രീ രാധാ മോഹൻദാസ് അഗർവാൾ അദ്ദേഹമാണ് ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചത്. പാർലമെന്റിൽ ഉന്നയിച്ച സമയത്ത് ഇവിടെ CPM-ന്റെ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ളവർ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കേരളത്തിലെ വിഷയം ഉന്നയിക്കുന്നത്? അന്ന് അതിന് അഗർവാൾജി പറഞ്ഞ മറുപടി, ഇത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഉന്നയിക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ UP-യുടെയും ബീഹാറിന്റെയും പിറകെ പോയി യഥാർത്ഥത്തിൽ കേരളത്തിലെ ആദിവാസി മേഖലയിലുള്ള വിഷയങ്ങൾ നിങ്ങൾ കാണാനോ പാർലമെന്റിൽ അവതരിപ്പിക്കാനോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. ആ വിഷയം നിങ്ങൾ ഉന്നയിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഉന്നയിക്കുന്നത് എന്ന് പറഞ്ഞ് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുകയുണ്ടായി. നമുക്ക് അറിയാവുന്ന പല കാര്യങ്ങളും, ഇപ്പോ ആയുഷ് മന്ത്രാലയം 15 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അട്ടപ്പാടിയില് ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി. അവിടെ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ എന്താണ് ബുദ്ധിമുട്ട്? അതിനുവേണ്ടി ഈ MP കേരള സംസ്ഥാന സർക്കാരുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സംസാരം നടത്തിയിട്ടുണ്ടോ? സത്യത്തിൽ ഇവിടെ രണ്ട് മുന്നണികളും, ഇവര് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ രണ്ട് മുന്നണികളും ഇവിടുത്തെ ആദിവാസികളെ ഇവർ പറയുന്ന സമയത്ത് രണ്ടു കൂട്ടരും ഞങ്ങൾ അധ്വാനിക്കുന്നവന്റെ ആളുകളാണ്, ഭാരം ചുമക്കുന്നതിന്റെ ആളുകളാണ്, പാവപ്പെട്ടവന്റെ ആളുകളാണ്, പാടത്ത് പണിയെടുക്കുന്നവന്റെ ആളുകളാണ്, കർഷകന്റെ ആളുകളാണ്, കർഷക തൊഴിലാളിയുടെ ആളുകളാണ്, അധകൃതന്റെ ആളുകളാണ്, SC വിഭാഗത്തിന്റെ ആളുകളാണ് എന്നൊക്കെ പറയുന്നതിനപ്പുറം ഇവർക്ക് ഈ വിഷയത്തിൽ ആത്മാർത്ഥതയില്ല എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇതിലും കൃത്യമായ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ? ഇവിടെ കേന്ദ്ര പദ്ധതികളെ പ്രഖ്യാപിക്കുന്ന സമയത്ത് അവിടെ പോകാൻ MP തയ്യാറാകുന്നില്ല, അവിടെ സന്ദർശിക്കാൻ MP തയ്യാറാകുന്നില്ല. കേരളത്തിലെ ഗവൺമെന്റ് ഒരു മന്ത്രി പോകുന്നത് പോകട്ടെ, ഒരു മന്ത്രിയെ പറഞ്ഞയക്കുന്നത് പോകട്ടെ, കേരള സംസ്ഥാന സർക്കാർ ഒരു മന്ത്രിയെ പറഞ്ഞയക്കുന്നില്ലെന്ന് മാത്രമല്ല ഒരു ഉദ്യോഗസ്ഥനെ അവിടെ പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിലും വലിയ ദുരവസ്ഥ വേറെ എന്തെങ്കിലും വേണോ? ഇവിടുത്തെ അട്ടപ്പാടി മേഖലയിൽ നമ്മൾ ആർട്ടിക്കിളൊക്കെ പറയാം, ഭരണഘടനയൊക്കെ പറയാം, പക്ഷേ അവിടുത്തെ ആദിവാസികളുടെ ജീവിതം അത് ദുസ്സഹമാണ്. അവർക്ക് ആശുപത്രിയിലേക്ക് പോകാൻ സ്ഥലം, കോട്ടത്തറ ആശുപത്രിയെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, കാരണം ആ ആശുപത്രിയെ കുറിച്ച് തന്നെ പറയുന്നത് അത് റെഫർ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ആശുപത്രിയാണെന്നുള്ളതാണ്. കാരണം ഒന്നുകിൽ പെരിന്തൽമണ്ണ EMS-ലേക്ക് അല്ലെങ്കിൽ തൃശ്ശൂരിലേക്ക് അല്ലെങ്കിൽ കോയമ്പത്തൂരിലേക്ക് അവിടെ വരുന്ന രോഗികളെ റെഫർ ചെയ്യുന്ന ആശുപത്രിയായിട്ട് ആശുപത്രി മാറിയിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ അവിടുത്തെ ആദിവാസികളുടെ അവിടെ ജീവിക്കുന്ന ആളുകളുടെ ജീവന് ഒരു വിലയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അതിന് ഭരണഘടന പറഞ്ഞിട്ടോ ഭരണഘടനയിലെ ഇത് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. അവിടെ കേന്ദ്ര സർക്കാർ ഈ വിഷയം വളരെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുന്നുണ്ട്, അതിനുവേണ്ട സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്, കോടിക്കണക്കിന് രൂപ അവിടെ അനുവദിക്കുന്നുണ്ട്. ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ മതി. ചുരം റോഡുണ്ട്, അവിടുന്ന് കോയമ്പത്തൂരിൽ നിന്ന് വരുമ്പോൾ വളരെ കൃത്യമായിട്ട് തമിഴ്നാട് കേരള അതിർത്തി എത്തിയത് അറിയാൻ വേറെ കൂടുതലൊന്നും നോക്കണ്ട. ആ റോഡിന്റെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇത് മുട്ടാപ്പോക്ക് പറഞ്ഞ് മുട്ടാന്യായം പറഞ്ഞ് ആ തരത്തിലുള്ള ആദിവാസികൾക്കെതിരായിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവന് പുല്ലിന്റെ വില പോലും കൽപ്പിക്കാത്ത സംവിധാനമാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് രണ്ടു കൂട്ടർക്കും അതിന് കൃത്യമായ മറുപടി പറയേണ്ടതുണ്ട്. അതിന് വളച്ചൊടിച്ച് മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല.